പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പലപ്പോഴായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ അഡോപ്ഷൻ കൊടുത്ത വീടുകളിലെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്, അവരുടെ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇവരൊക്കെയാണ് ഞങ്ങൾ പലപ്പോഴായിട്ട് റെസ്ക്യൂ ചെയ്ത് എടുത്തിട്ടുള്ള കുട്ടികൾ. അതുകൂടാതെ തന്നെ നമ്മൾ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു ഡോഗ് പ്രസവിച്ചപ്പോൾ അതിലും 3-4 കുഞ്ഞുങ്ങളെ നമുക്ക് അഡോപ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ ഒരു കുഞ്ഞു മാത്രമേ ഇപ്പം ജീവിച്ചിരിപ്പില്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പുറത്ത് തുറന്നു വിട്ട സമയത്ത് പുറത്ത് പോയി എന്തോ കഴിച്ച് അങ്ങനെ അത് മരിച്ചു എന്നാണ്. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അവർ അഡോപ്ഷൻ കൊടുത്ത വീടുകളിൽ കഴിയുന്നുണ്ട്. അതൊരു മനസ്സമാധാനമാണ് നമുക്ക്. ഇതിൽ ഒരു കുഞ്ഞിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഇല്ല. അവർ ചില പ്രത്യേക സാഹചര്യം കാരണം അവർക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അവർ പിന്നീട് അടുത്ത മാസം എനിക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചില പ്രത്യേക സാഹചര്യം കൊണ്ടാണ് അവർക്ക് ഇടാൻ പറ്റാത്തത്. നമുക്കത് മനസ്സിലാവുന്ന സാഹചര്യമാണ്. അപ്പം അവരത് ഇട്ട് തരുമ്പം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇത് എൻ്റെ വൈറ്റി, ഞങ്ങൾ ആദ്യം റെസ്ക്യൂ ചെയ്ത പപ്പിയാണ്. ഇവളിപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. വൈറ്റിയെ റോഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുമ്പോൾ അവളുടെ കൂടെ അവളുടെ ഒരു പപ്പിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു മെയിൽ, 2 മെയിലുണ്ടായിരുന്നു. ഒന്ന് വണ്ടി ഇടിച്ച് ചെത്തുപോയി, ഒരു മെയിലും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊണ്ടുവന്ന് അത് വെളിയിൽ നിന്നുള്ള വേസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വയർ ഓൾറെഡി വയ്യാണ്ടിരുന്നേ കൊണ്ടുവന്ന് പിറ്റേന്നായപ്പോഴത്തേക്ക് അത് അങ്ങ് ചത്തുപോയി. പിന്നെ ഇവളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇവള് നമ്മളെ ചക്കരയായിട്ട് പൊന്നു മോളായിട്ട് ഇവിടെ ഉണ്ട്. ഐറ്റമ്മോ. അതിനുശേഷം ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത പപ്പിയാണിത്. ഞങ്ങൾ ഇവളെ ബിഗിലെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ യഥാർത്ഥ പേര് മിക്കി എന്നാണ്. അഡോപ്റ്റ് ഇട്ടിരിക്കുന്ന പേര് മിക്കിയാണ്. ഈ സുന്ദരിക്കുട്ടിയുടെ വീട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. മിക്കിയെ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത്. രാത്രിയിൽ, മഴയുള്ള രാത്രിയിൽ ആരോ കൊണ്ട് കളഞ്ഞു. മിക്കിയും 2 മെയിൽ പപ്പീസും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ പകൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മെയിൽ പപ്പി മരിച്ച് പുഴുവരിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ മിക്കീനെ, ഒരു മെയിൽ പപ്പീനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു സ്ഥലത്ത് പോലും പുഴുവില്ലാത്തൊരു ഭാഗം പോലും ഇല്ലായിരുന്നു. മൊത്തം പുഴുവായിരുന്നു. ഞങ്ങൾക്ക് അതിനെ രക്ഷിക്കാൻ സാധിക്കും. ഒരു ദിവസം മാത്രമേ ഞങ്ങളോട് ഉണ്ടായിരുന്നുള്ളൂ. അത് മരിച്ചുപോയി. പിന്നെ നമ്മൾ മിക്കിയെ എങ്ങനെയൊക്കെയോ രക്ഷിച്ചെടുത്തു. ഇത് മിക്കിയുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. അഡോപ്റ്റർ ഇട്ട് തന്നതാണ് നമുക്ക്. ഇത് മറ്റൊരാളാണ്. ഇയാളെ നമുക്ക് റോഡിൽ നിന്ന് തന്നെ റോഡിൽ നിന്ന് ഓടയിൽ നിന്ന് കിട്ടിയതാണ്. ഇവൻ്റെ കൂടെ മൊത്തം ഒരു 6 പേരുണ്ടായിരുന്നു. എല്ലാവരും അഡോപ്ഷനായിട്ട് ഇവൻ മാത്രം അഡോപ്ഷനായില്ല. ഇവൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോഴാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോള് വന്നത്. അവർക്ക് ഇതുപോലെ സെയിം കളർ ഒരു പപ്പി ഉണ്ടായിരുന്നു. അത് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അത് മരിച്ചുപോയി. അപ്പോൾ അവർക്ക് ഇതിനെ എങ്ങനെയും വേണമെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മളിവനെ അവർക്ക് കൊടുത്ത്. ഇവൻ്റെ പേര് അപ്പു എന്നാണ്. അവരിട്ടിരിക്കുന്ന പേരാണ് അപ്പു എന്ന്. ഇത് അവൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. അമൃതവേണി ഹെയർ എലക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ ഗ്ലൂട്ടൻ സെൽഫി ഷാമ്പൂ ഹെയർ കളർ. ഇത് അപ്പുവിൻ്റെ സഹോദരനാണ്. പേര് ടോമി. ഇവനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ടോമിയെ കാണാൻ പോയത് വീഡിയോ. ഇത് ടോമിയുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. അഡോപ്റ്റർ നമുക്ക് ഈ വീഡിയോ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ട് തന്നതാണ്. വളരെ കൗതുകവും സന്തോഷവും തോന്നിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ കൂടെ യുദ്ധം ചെയ്യാതെടാ നീ. അത് പശുവിന് കഴിക്കാനുള്ളതടാ. നീ അത് എടുത്തോണ്ട് എവിടെ പോണ്? ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പപ്പീസിനെ റെസ്ക്യൂ ചെയ്യാനോ അഡോപ്ഷൻ കൊടുക്കാനോ ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് അപ്പുവിൻ്റെയും ടോമിയുടെയൊക്കെ സഹോദരിയാണ്. 5 ആങ്ങളമാർക്ക് കൂടിയുള്ള ഒരേ ഒരു സഹോദരി. ആ സഹോദരിയുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. പുള്ളിക്കാരിയുടെ പേര് ചാർലി എന്നാണ്. ഈ കുഞ്ഞിൻ്റെ വീട് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്താണ്. നല്ലൊരു ഫാമിലിയാണ്. അവളെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് തരാറുണ്ട്. ആ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ വളർത്തുന്നത്. അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ വളർത്തുന്നത്.
ആ ഫാമിലിയിൽ ഓൾറെഡി ഒരു പപ്പി ഉണ്ടായിരുന്നു. അത് മരിച്ചു പോയപ്പോഴാണ് ഇവളുടെ പോസ്റ്റൊക്കെ കാണുന്നതും ഇവളെ അവർ അഡോപ്റ്റ് ചെയ്യുന്നതും. ഇത് ടോമിയുടെ അപ്പുവിൻ്റെ ഒക്കെ മറ്റൊരു സഹോദരനാണ്. ഇവൻ്റെ പേര് ബില്ലു ജൂനിയർ എന്നാണ്. ഈ കുഞ്ഞിപ്പോൾ ഉള്ളത് നാഗർകോവിലാണ്. അവിടെ നല്ലൊരു ഫാമിലിയിലാണ് അവനും എത്തിപ്പെട്ടത്. അവൻ്റെ ജീവിതവും അവിടെ സുരക്ഷിതമാണ്. ഇത് അഡോപ്റ്റർ ഇട്ട് തന്ന ഒരു ഫോട്ടോയും അതിന് പിന്നെ വീഡിയോസുമാണ്. ഒരു ഓന്ത് അവിടെ ആ തൂണിലിരിക്കുന്നു. അതിനെ പിടിക്കാൻ നോക്കിയ അവൻ. അതിൻ്റെ വീഡിയോസാണ് അവർ ഇട്ട് തന്നത്. ഞങ്ങളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിലൊരു ഡോഗ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 കുഞ്ഞുങ്ങളെ നമുക്ക് അഡോപ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞ്. അതിലൊരു കുഞ്ഞിൻ്റെ വീഡിയോയും ഫോട്ടോസുമാണിത്. ഈ കുഞ്ഞിൻ്റെ വീട് കൊല്ലം ജില്ലയിൽ നെടുങ്ങോലം എന്ന സ്ഥലത്താണ്. ഇവൻ്റെ പേര് ടഫി എന്നാണ്. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു പപ്പിയുടെ അഡോപ്ഷന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പപ്പിയുടെ വീഡിയോ ആണിത്. അതിൻ്റെ ഡോക്ടർ ഇട്ട് തന്നതാണ്. ഇതിന് മുമ്പ് ഇട്ടില്ലേ ആ വെള്ള പട്ടിക്കുട്ടി, അതിൻ്റെ സഹോദരനാണിത്. അപ്പോൾ ഇവർക്ക് ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ഇവൻ ചെന്നപ്പോഴത്തേക്ക് സമയം ഒട്ടും കിട്ടുന്നില്ലെന്ന് പറയുന്നത്. കാരണം അവൻ്റെ കൂടെ അത്രയ്ക്ക് സമയം ചിലവഴിയുന്ന അവർക്ക് ഒരുപാട് ഹാപ്പിയായി, ഒരുപാട് സന്തോഷം, അവരുടെ ലൈഫ് എന്ന് മാറിയെന്നാണ് അവർ പറയുന്നത്. ഇവൻ്റെ പേര് ടിപ്പു എന്നാണ്. ഇവിടെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ആള്. ഇത് 4 പപ്പീസിൽ ആലപ്പുഴയിൽ കൊണ്ടുപോയ പപ്പിയാണ്. അതിൻ്റെ വീഡിയോ ആണിത്. ഇതും അഡോപ്റ്റർ ഇപ്പോൾ സെൻഡ് ചെയ്ത് തന്നതാണ്. ഈ കുഞ്ഞിൻ്റെ പേര് മക്കു എന്നാണ് അവിടെ അഡോപ്റ്റർ ഇട്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരനെ മനസ്സിലായോ? ആ 4 കുഞ്ഞുങ്ങളിൽ ഭാഗ്യവാനായ മുത്തുമണി ഞങ്ങളുടെ ഷോപ്പിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ യാദൃശ്ചികമായിട്ടൊരു ചേച്ചി കണ്ടെടുത്തുകൊണ്ട് പോയത്. അതാണിത്. ഈ കുഞ്ഞിന് അഡോപ്റ്റർ ഇട്ടിരിക്കുന്ന പേര് ടോജോ എന്നാണ്. ഇവൻ്റെ വീട് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന സ്ഥലത്താണ്. ഇത് ചാർലി. ഈ വൈറ്റും ചെറിയ ബ്രൗൺ കളറും ഉള്ളത് ചാർലി. ഞങ്ങൾ അഡോപ്ഷൻ കൊടുത്തതാണ് കൊല്ലം ജില്ലയിലെ നല്ലില എന്ന സ്ഥലത്തേക്ക്. ഇവൻ്റെ വീഡിയോ മുമ്പൊരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ അഡോപ്ഷൻ കൊടുക്കുന്ന വീഡിയോ, ഒരു അഡോപ്റ്റർ വന്ന് ഇവനെ പിന്നെ ഇണക്കി എടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ. അതുകൂടാതെ ഇവന് ട്രാൻസ്പോർട്ടേഷന് ഒരിടത്ത് അഡോപ്ഷൻ വിട്ടിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചു വന്ന ആ പുള്ളിക്കാരനാണിത്. മറ്റേ പപ്പി അത് ആ അഡോപ്റ്ററുടെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള പപ്പിയാണ്, ആ ബ്രൗൺ കളർ പപ്പി. ഈ കുഞ്ഞിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ നല്ലില എന്ന സ്ഥലത്താണ്. ഇത് കല്ലു, ചക്കി, ഈ ചാർലിയുടെ സഹോദരിമാരാണ്. ഇവർ ഒരു 1.5 മാസം പ്രായമുള്ളപ്പം തന്നെ നമുക്ക് അഡോപ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞ്. ആ 7 പപ്പീസിൽ 2ാമത്തെയും 3ാമത്തെയും പപ്പിയാണ് ഇവർ. ഈ വീഡിയോയും ഇപ്പോൾ അഡോപ്റ്റർ ഇട്ട് തന്ന വീഡിയോ ആണ്. ഇവരുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട്. ബാക്കിയുള്ള 4 പപ്പീസ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവർ അഡോപ്ഷനൊന്നും ആയില്ല. അതിലൊരു ജാക്കി അഡോപ്ഷനായിട്ട് അവിടെ നല്ല രീതിയിൽ നോക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ജാക്കി, ജാനു, തുമ്പി, ചക്കി, ഇവർ 4 പേരും ഇപ്പോൾ നമ്മളുടെ കൂടെ സുഖമായിട്ട് കഴിയുന്നു. ഞങ്ങൾ അഡോപ്ഷൻ വീഡിയോസ് യൂട്യൂബിൽ ഇടുമ്പോഴെല്ലാം കുറച്ച് പേര് നമ്മളടുത്ത് പറയാറുണ്ട് ഇവരുടെ അപ്ഡേഷൻ കൂടെ എപ്പോഴും നോക്കണേ, അവർ ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കണേന്ന്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ്, അവർക്കെല്ലാം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ അപ്ഡേഷൻ മേടിക്കാറുണ്ട്. അവരെ വീഡിയോസും ചിലപ്പോൾ വീഡിയോ കോൾസ് വരെ നമ്മൾ ചെയ്ത് കാണിക്കാറുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരിച്ചിരി വിഷമമായി. അതിപ്പം ജീവനോടെ ഇല്ല, ബാക്കി എല്ലാവരും ഓക്കെയാണ്, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ.